സാർ, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്യൂരിറ്റി ഇല്ലാത്ത ലോണുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഒത്തിരി കമൻ്റ് ആണെങ്കിലും ഇപ്പോൾ ഫോൺ കോളാണെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സാധ്യമാണോ, അല്ലെങ്കിൽ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പലരും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വാങ്ങി പോവുക, കിട്ടില്ല, അല്ലെങ്കിൽ ഇത് ഉടായ്പാണ്, അങ്ങനെ പല പല കമൻറ്റുകൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഞാൻ ആ കമൻറ്റ് കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഇത് കിട്ടില്ല എന്നുള്ളതാണ് പല ആൾക്കാരും ധരിച്ചിരിക്കുന്നത്. അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അത് അവരുടെ അനുഭവമായിരിക്കും. അവിടെ ബാങ്കിൽ പോയിട്ട് കിട്ടില്ല എന്നുള്ളത്. കിട്ടാതിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. എല്ലാവർക്കും പോയാൽ കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു ബാങ്കിൽ ലോൺ നേരത്തെ എടുത്തിട്ട് മുടങ്ങിയ ഒരാൾ പോയി അവിടെ അപ്ലൈ ചെയ്താൽ കിട്ടില്ല. മനസ്സിലായത്? ഒരു ക്രെഡിറ്റ് ഇൻഫോർമേഷൻ എടുക്കുമ്പോൾ, സിബിൽ പോലുള്ള ഇൻഫോർമേഷൻ എടുക്കുമ്പോൾ അതിനകത്ത് ഡിഫാൾട്ട് ഉണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇന്ന് ഒരാളുടെ ഹിസ്റ്ററി പരിശോധിക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇതുപോലെ ഇപ്പോൾ സിബിലുണ്ട്, എക്സ്പീരിയൻ ഉണ്ട്, ഇക്വിഫാക്സ് ഉണ്ട്, അങ്ങനെ ഒരു 4 ഏജൻസി ഉണ്ട്. അതുകൂടാതെ ഒരു കസ്റ്റമർ ചെല്ലുമ്പോൾ ഈ കസ്റ്റമർ ഈ പ്രൊജക്റ്റിനെ പറ്റി അത്ര പഠിച്ചിട്ടുണ്ടാവില്ല. വെറുതെ പോയിട്ട് എനിക്കൊരു 10 ലക്ഷം ലോൺ വേണമെന്നായിരിക്കും ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു നല്ലൊരു പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ട് ആ പ്രൊജക്റ്റിനെ പറ്റി ഈ പ്രൊമോട്ടർ ആരാണോ കസ്റ്റമർ ശരിക്കും പഠിച്ചിട്ടാണ് ബാങ്കിൽ ചെല്ലേണ്ടത്. ഇപ്പോൾ ഒരു മിഷനറി വാങ്ങാനുള്ള ലോൺ ചോദിക്കുമ്പോൾ ആ മിഷനറി വാങ്ങാൻ നമ്മളൊരു പ്രൊമോട്ടറുടെ കയ്യിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ എടുക്കണം. ഏത് ലോണിനും പ്രൊമോട്ടറുടെ കയ്യിൽ നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ മുദ്രാ ലോണ് 50,000 വരെ മാർജിൻ വേണ്ട, അതിന് മേലെ വരുന്നത് 20% എടുക്കണം മുദ്രാ ലോണിന്. പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ അതായത് ആരാണോ ലോൺ എടുക്കുന്നത്, അതായത് ഒരു പ്രൊമോട്ടർ എന്ന് പറയുന്ന ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ, നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് പ്രൊമോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു കാർ വാങ്ങുമ്പോൾ നമ്മളറിയാമല്ലോ, നമ്മൾ ബാങ്ക് ഒരു 90% തരും, 10% കസ്റ്റമർ എടുക്കണം. അതുപോലെ തന്നെ മിഷനറി വാങ്ങുമ്പോൾ 70% ബാങ്ക് തരും, 20% കസ്റ്റമർ എടുക്കണം. അപ്പോൾ മുദ്രാ ലോണിൽ നമുക്ക് 20% എടുത്താൽ 50,000 മേലുള്ള ലോൺ 20% എടുത്താൽ മതി. അപ്പോൾ അതും മിഷനറി കോസ്റ്റിൽ കൂട്ടി കാണിച്ചിട്ട് അതും നമ്മൾ ബാങ്കിൽ നിന്ന് ലോണായിട്ട് വാങ്ങാമെന്ന് ഉദ്ദേശിച്ച് ചില ആൾക്കാരൊക്കെ ചെല്ലും. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു വയബിലിറ്റിനെ പറ്റിയിട്ട് ചെല്ലുന്ന കസ്റ്റമർക്ക്, അതായത് ഈ പ്രൊമോട്ടർക്ക് നല്ല ധാരണ ഉണ്ടാവണം. ബാങ്ക് മാനേജർ ചോദിക്കുമ്പോൾ അതിന് വ്യക്തവും വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റിയോടുള്ള ഉത്തരം പറയാൻ പറ്റണം. അത് പറയാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ലോൺ കിട്ടും. അങ്ങനെ കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം എല്ലാ ബാങ്കിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് ഉണ്ട്. നല്ല മുദ്രാ ലോണുകളൊക്കെ അവർ നോക്കി കിടക്കുകയാണ്. പക്ഷേ അവിടെ ഇവിടെയും തൊടാതെ എങ്ങും എത്താത്ത രീതിയിൽ ചെന്ന് എനിക്ക് ഇന്ന ലോൺ വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇവരുടെ ഹിസ്റ്ററിയും കറക്റ്റ്. അതന്നെ സിബിൽ പോലുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം, വയബിൾ ആയിരിക്കണം പ്രൊജക്റ്റ്. ഒട്ടും വയബിൾ അല്ലാത്ത കാര്യങ്ങളും ചെന്ന് പറഞ്ഞിട്ട് ലോൺ അപേക്ഷിച്ച് കിട്ടില്ല. ഈ മുദ്രാ ലോൺ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മുദ്രാ ലോൺ പോലുള്ള ലോണുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് മിക്കവാറും ഈ നാഷണലൈസ്ഡ് ബാങ്കുകളായിരിക്കും കൂടുതലും. ഒരു പരിധി വരെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ചെയ്യുന്നുണ്ട്, മറ്റ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഒരു വിജയിച്ച ആൾക്ക് അവരുടെ ചെറിയ സംരംഭങ്ങൾക്ക് കൊടുത്ത് അവസാനിപ്പിക്കും ചിലപ്പോഴൊക്കെ. പക്ഷേ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് കൂടുതൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെല്ലണം. ഇപ്പോൾ ന്യൂ ജനറേഷൻ ബാങ്കിൽ പോയി ഒരു മുദ്രാ ലോൺ വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവൻ്റെ കാര്യം ഇപ്പം നടന്നു കിട്ടില്ല. അവൻ നന്നായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെയുള്ള ലോണൊക്കെ കൊടുത്തേക്കാം. ഇപ്പോൾ ആസ് എ ലോൺ കോച്ച് എന്ന നിലയിൽ നമ്മളിലേക്ക് ഒത്തിരി പേര് ഇപ്പോൾ ലോണുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ അവർ ഈ വരുന്ന ഭൂരിഭാഗം പേരും നമുക്ക് ഒരു പ്രോജക്റ്റുമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ എങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് അവരെ ലോണിലേക്ക് കൊണ്ടുപോകുന്നത്? പ്രൊജക്റ്റിന് ഇപ്പോൾ ഓരോ പ്രൊജക്റ്റും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അളവ് പോലും വെച്ചിട്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഓരോ ബിസിനസ്സിൻ്റെയും പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമറുടെ ക്രെഡിബിലിറ്റി തന്നെ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വരുന്ന കസ്റ്റമർക്ക് എത്രത്തോളം ക്രെഡിബിളാണ്, എത്ര ഫിനാൻഷ്യലി അവൻ സ്ട്രോങ് ആണ്. കാരണം ഏതൊരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോഴും പ്രൊമോട്ടർ കൊണ്ടുവരേണ്ട, കസ്റ്റമർ കൊണ്ടുവരേണ്ട ഒരു പോർഷൻ ഉണ്ട്, മാർജിൻ എന്ന് പറഞ്ഞിട്ട്. അത് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കും മെയിനായിട്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, 10 കോടി ഇൻവെസ്റ്റ്മെൻറ്റുള്ള ബിസിനസ് തുടങ്ങുകയാണ്. 20% കസ്റ്റമർ കൊണ്ടുവരാം, നമ്മൾ 2.5 കോടി കസ്റ്റമർ കൊണ്ടുവരണം, 7.5 കോടി ബാങ്ക് തരുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ 2.5 കോടി മതിയാവണമെന്നില്ല. ഇനി 1 കോടി കൂടിയാലും കസ്റ്റമർക്ക് അത് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ബാങ്ക് അസസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് പൊളിഞ്ഞു പോകും. മനസ്സിലായി? കറക്റ്റ് എൻ്റെ കയ്യിൽ 25% ഉണ്ട് എന്ന് പറഞ്ഞ് ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബിസിനസ് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്കത് നന്നായി പോവാം,
പക്ഷേ ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു സ്ഥിതി വെച്ചിട്ട് കുറച്ചും കൂടി കൂടാനുള്ള സാധ്യതയാണ് കൂടുതലുണ്ടാവുക. അത് ഒന്ന് നമ്മൾ കസ്റ്റമർ ക്രെഡിബിലിറ്റി നോക്കും, പിന്നെ അവൻ്റെ പ്രൊജക്റ്റിൻ്റെ വയബിലിറ്റി നോക്കും. ഈ പ്രൊജക്റ്റ് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള വയബിളാണോ, ഈ നമ്മൾ പ്രൊജക്റ്റ് കൊടുത്ത് ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന് തിരിച്ച് കിട്ടുമോ പൈസ, അതിൽ നിന്ന് ലാഭം ഉണ്ടാവുമോ, അതിന് വയബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ചിലപ്പോൾ ഒരു പുറത്തുള്ള ഏജൻസിനോട് സ്റ്റഡി നടത്തിപ്പിക്കുക. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ആദ്യമേ കേൾക്കുമ്പോൾ ബൈ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാവും. എന്നാലും നമ്മൾ ബാങ്ക് ആവശ്യപ്പെടും പുറത്തുള്ളൊരു ഏജൻസി സ്റ്റഡി നടത്തണം എന്ന് ആവശ്യപ്പെടാം. പിന്നെ അവരുടെ ഈ ക്രെഡിറ്റ് ഹിസ്റ്ററികൾ, അവരുടെ നേരത്തെ ലോൺ എടുത്തിട്ട് മുടങ്ങിയിട്ടുണ്ടോ, അവർ എന്തെങ്കിലും ഇപ്പം അറിയാനായിട്ട് ഇപ്പോൾ സിബിൽ മനസ്സിലായി ഒരു ക്രെഡിറ്റ് ഇൻഫർമേഷൻ സിബിൽ പോലുള്ള മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ CMR എന്ന് പറഞ്ഞിട്ട് ഒരു സിബിൽ MSME റാങ്ക് എന്ന് പറഞ്ഞൊരു അളവ് പോലും വെച്ചിട്ടുണ്ട്. മിക്ക ബാങ്കും ഒരു സ്ഥാപനത്തിന് നിലവിലുള്ള സ്ഥാപനത്തിന് ലോൺ കൊടുക്കുമ്പോൾ അത് നോക്കിയിട്ടാണ്. ഇപ്പോൾ CMR 5 മേലെയാണെങ്കിൽ ചിലപ്പോൾ ലോൺ കൊടുക്കില്ല പല ബാങ്കുകളും. ചില ബാങ്കുകൾ അത് നോക്കാറില്ല. മനസ്സിലായോ? അങ്ങനെ കസ്റ്റമറുടെ മറ്റേ ഈ ക്രെഡിറ്റ് നേരത്തെ ഹിസ്റ്ററിയും എല്ലാം നോക്കി, പിന്നെ സെക്യൂരിറ്റി എത്രത്തോളം സെക്യൂരിറ്റി തരാൻ പറ്റും. ഇപ്പം കസ്റ്റമർ എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അത്രയും കുറച്ച് സെക്യൂരിറ്റി മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം നാളെ ഇപ്പോൾ പോയിട്ട് നമ്മളിവിടെ യൂസഫലി സാറ് പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. അദ്ദേഹത്തിനോട് കുറച്ച് അഡീഷണൽ സെക്യൂരിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ കൊടുക്കാൻ, ഒന്നുമില്ലാതെ കൊടുക്കാനായിട്ട് ഇഷ്ടംപോലെ ബാങ്കുകളുണ്ടാവും. മനസ്സിലായി? അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ റേറ്റിംഗ് ഒക്കെ വളരെ കൂടുതലാണ്. എക്സ്റ്റേണൽ റേറ്റിംഗ് ഒക്കെ മീൻസ് റേറ്റർ കമ്പനികളൊക്കെ ആയിരിക്കും. എത്രത്തോളം കസ്റ്റമർ സ്ട്രോങ് ആയിരിക്കുന്നോ അതനുസരിച്ചിട്ടാണ് സെക്യൂരിറ്റിയുടെ ഒരു അളവുകൾ നിശ്ചയിക്കുക. അപ്പോൾ കസ്റ്റമർ നല്ല സ്ട്രോങ് ആണെങ്കിൽ, അവരെ റേറ്റിംഗ് നല്ലതാണെങ്കിൽ, ഇപ്പോൾ എക്സ്റ്റേണൽ റേറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ എ റേറ്റർ കമ്പനി, ബി റേറ്റർ കമ്പനി, അങ്ങനെ പല റേറ്റിംഗുള്ള കമ്പനികളുണ്ട്. ഇപ്പോൾ എ റേറ്റർ കമ്പനി BBB ഉള്ള കമ്പനികൾക്കാണെങ്കിൽ 50% സെക്യൂരിറ്റി മതിയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ 40% സെക്യൂരിറ്റി, 30% മതിയാവും. പക്ഷേ എ റേറ്റർ കമ്പനിക്ക് സെക്യൂരിറ്റി കൊടുക്കില്ല, ബാങ്ക് ആരും ആവശ്യപ്പെടാറില്ല. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് ബാങ്ക് ഒരാൾക്ക് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, കസ്റ്റമറോട് ചോദിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ചോദിച്ചിട്ട് അതിൽ തന്നെ മനസ്സിലാക്കിയിട്ട് ഈ കസ്റ്റമർക്ക് പറ്റിയ സ്യൂട്ടബിൾ ബാങ്ക് ഏതാണ്, അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട പീരീഡിലേക്കുള്ള ടെനർ, അതായത് എത്ര തിരിച്ചടവ് കാലാവധി കൊടുക്കാൻ പറ്റുന്ന ബാങ്ക് ഏതാണ് നോക്കിയിട്ടാണ് നമ്മൾ എന്തായാലും ചെയ്യുന്നത്. നേരത്തെ സാറ് പറഞ്ഞു CMR, എന്താണ് ശരിക്കും ഈ CMR? CMR ഫുൾ ഫോം സിബിൽ MSME റാങ്ക് എന്നാണ്. ഓക്കെ ഓക്കെ. ഇത് ഈ ഒരു സിബിലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു അളവ് പോലെ, അതായത് അവരെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കിട്ടുന്ന പോലെ ഓരോ കമ്പനിയെ റാങ്ക് ചെയ്തിരിക്കുകയാണ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 1 തുടങ്ങി താഴേക്ക്, അതായത് 1, 2 എന്നുള്ളത് താഴേക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് 5 മേലെ വന്ന സ്ഥാപനം, 6 മേലെ പോണ സ്ഥാപനങ്ങളൊന്നും ചില ബാങ്കുകൾ എടുക്കില്ല. ഒരു സിബിൽ CMR 6 ആ കാറ്റഗറിയിൽ വന്നത്. അപ്പോൾ അതിന് മേലെ വന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ചില ബാങ്കുകളും, ഒരു 90% ബാങ്കുകൾ അങ്ങനെ എടുക്കില്ല. പക്ഷേ കുറച്ച് ബാങ്കുകൾ CMR നോക്കാറുമില്ല, ആ റാങ്കിങ് നോക്കാറില്ല, ഇത് ചിലപ്പോൾ നോക്കില്ല അവർ. അപ്പോൾ ഈ CMR എങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല. ചില കമ്പനികളൊക്കെ, നന്നായി പോണ കമ്പനികളൊക്കെ CMR ചിലപ്പോൾ താഴെ പോയി കാണാം, പെട്ടെന്ന് താഴെ പോയി കാണാം, 5 നിന്ന് ചിലപ്പോൾ 7 പോകും. പക്ഷേ അവൻ്റെ EMI ഒന്നും ബൗൺസ് ഇല്ല, നോക്കുമ്പോൾ എല്ലാം പക്കയായിട്ട് പോകുന്നു. അത് എന്തോ ഒരു അൽഗോറിതം വെച്ചിട്ടാണ്, എന്തെങ്കിലും വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.